അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ബയോളജിയാണ് കേട്ടോ. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ പുതിയ SSLC സ്റ്റുഡൻസ് കാണും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് ബയോളജിയുടെ വീഡിയോ ആണ്, ക്ലാസ്സാണ്. നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് നമുക്ക് ഈ ഒരു ലിങ്ക് കിട്ടും എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഡൗട്ട് തോന്നുന്നവർ ചിലപ്പം കാണും. അപ്പം നമുക്കൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ബാക്കടിച്ചെന്ന് കാണിക്കാം. എന്താ SSLC ബയോളജി ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 ടൈപ്പ് ചെയ്താൽ മതി. അപ്പം തന്നെ സംഭവം കിട്ടും. ഫസ്റ്റ് ലിങ്കോ അതോ ഏതെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ എന്താ അതെടുത്തു. ഇനിയും ഞാൻ അധികം ലാഗ് അടുപ്പിക്കുന്നില്ല. നമുക്ക് ഓക്കെ. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന 4th ചാപ്റ്ററാണ്. ഓക്കെ, കീപ്പിംഗ് ഡിസീസസ് എവേ. ഓക്കെ, അപ്പം കീപ്പിംഗ് ഡിസീസ് എവേ, രോഗങ്ങളെ അകറ്റി നിർത്തുക എന്നായിരിക്കും മലയാളത്തിൽ. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, തെറ്റുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം. എന്തെങ്കിലും വീഡിയോയിൽ നിങ്ങൾക്ക് തെറ്റാണ് തോന്നുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ട്രൈ ചെയ്യും തെറ്റ് വരാതിരിക്കാൻ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ എനിക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും എൻ്റെ തെറ്റുകൾ നെക്സ്റ്റ് ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പോസ്റ്റേഴ്സൊക്കെ തന്നിട്ടുണ്ട്. നമ്മളുടെ ഫ്ലഡ് വരുമ്പം എങ്ങനെയാണ് ഡ്രിങ്കിങ് വാട്ടർ എൻഷുർ ചെയ്യുന്നത്, അതുപോലെ തന്നെ റാറ്റ് ഫീവർ വരുന്ന പ്രിവെൻഷനൊക്കെ, പ്രിവെൻറ്റ് റാറ്റ് ഫീവർ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പകരുന്നത്, അല്ലെങ്കിൽ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയാണ് ഇത് ആലോചിച്ചെഴുതാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ബൈ കോണ്ടാക്റ്റ്, പിന്നെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലയിടത്ത് നമുക്കൊരു ചീത്ത വെള്ളം ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് പല പല രോഗങ്ങൾ അതിൽ പിടിപെടാം അതുമൂലം. പിന്നെ അൺസ്റ്റെറിലൈസ്ഡ് എക്വിപ്മെൻറ്റ്സ്, നമ്മളൊരു ആൾക്ക് ഇഞ്ചക്ഷനൊക്കെ കുത്തിക്കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അത് അൺസ്റ്റെറിലൈസ്ഡ് ആയിട്ട് വേറൊരാൾക്ക് കുത്തുവാണെങ്കിൽ അതും ഡിസീസ് വരാനുള്ള അത് എന്താ. പിന്നെ നമുക്ക് വെക്ടേഴ്സ്, നമുക്ക് മസ്കിറ്റോനെ പറയാം, പിന്നെ ഡോഗ്സിനെ പറയാം. അതുപോലെ തന്നെ ഇത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിൽ ക്ലോത്തിൽ കൂടെയും വരാം, കഫിങ് കൂടെ വരാം, സ്നീസിങ് കൂടെയും വരാം. ഓക്കെ, അപ്പോൾ ഇനി ആദ്യ രോഗം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റാറ്റ് ഫീവർ അല്ലെങ്കിൽ എലിപ്പനി എന്നാണ്. അപ്പോൾ റാറ്റ് ഫീവർ എന്ന് വെക്കുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ബാക്ടീരിയ എന്താണ്, ഒരു പ്രോകാരിയോട്ടാണ്. ദേ എൻറ്റർ ദ ബോഡി ആൻഡ് മൾട്ടിപ്ലൈ ത്രൂ ബൈനറി ഫിഷൻ. അവരെന്താണ് ചെയ്യുന്നത്, അവർ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് അവർ എങ്ങനെയാണ് ലൈക്ക് ഇന്നൂടെ കൂടുന്നതെന്ന് വെച്ചാൽ ബൈനറി ഫിഷനിൽ കൂടെ. അപ്പം ഈ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഡെസ്ട്രോയ് ചെയ്യും ഈ സെൽസിനെ. എന്നിട്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്നും പറയും. അപ്പോൾ ലെപ്റ്റോസ്പൈറയാണ് ബാക്ടീരിയ. ഇത് ലെപ്റ്റോസ്പൈറ ഒരു ബാക്ടീരിയ ആണ്. ഇസ് ദ ബാക്ടീരിയ ദാറ്റ് കോസസ് ദ ഫീവർ, റാറ്റ് ഫീവർ. ദ ബാക്ടീരിയ ദാറ്റ് കംസ് ഔട്ട് ത്രൂ യൂറിൻ ഓഫ് റാറ്റ്. ഇത് കൂടുതലും നമുക്ക് റാറ്റ് ഫീവർ അല്ലെങ്കിൽ എലിപ്പനി, എലിയിൽ കൂടെ വരാം. അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ യൂറിനിൽ കൂടെ വരാം. പിന്നെ നമ്മുടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെ നമുക്ക് നമുക്കിപ്പോൾ ഒരു വൂണ്ടുണ്ട് ഓൾറെഡി, ആ വൂണ്ടിൽ നമ്മളിങ്ങനെ സ്റ്റാച്നൻ്റ് ആയിട്ടുള്ള വാട്ടറിൽ കൂടെ പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് അതിൽ കൂടെ ബാക്ടീരിയക്ക് എൻട്രി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബോഡി സെൽസിനെ അത് എഫക്റ്റ് ചെയ്യും. അത് പലതരത്തിലുള്ള സർട്ടൺ ടോക്സിൻസ് ഉണ്ടാക്കും. എന്നിട്ട് അത് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിനെ എന്ത് ചെയ്യും,
ഡാമേജ് ചെയ്യും. ഇത് നമുക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ ഭയങ്കര സിവിയർ ഫീവറും ഹെഡേക്കും മസിൽ പെയിനും റെഡ്നെസ് ഇൻ ഐസ് എക്സെട്ര ഒക്കെ വരും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സിംറ്റംസ്. പിന്നെ റാറ്റ് ഫീവർ ക്യാൻ ബി കംപ്ലീറ്റ്ലി ക്യൂർഡ് ത്രൂ ഏർലി ഡയഗ്നോസിസ്. എന്താണ് റാറ്റ് ഫീവർ നമുക്ക് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാം, ഭേദമാക്കാം. എങ്ങനെ? നമ്മൾ നേരത്തെ അത് തിരിച്ചറിയുവാണെങ്കിൽ, അതിൻ്റെ ആയിട്ടുള്ള നമ്മൾ ചികിത്സ നേടുവാണെങ്കിൽ. പിന്നെന്താണ്, ദി റിയലൈസേഷൻ ദാറ്റ് ഇമ്മ്യൂണൈസേഷൻ ഇസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ മെഷേഴ്സ് ടു ബി ടേക്കൻ ടു പ്രിവെൻറ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് റാറ്റ് ഫീവർ. എന്തൊക്കെ രീതിയിലാണ് നമുക്ക് റാറ്റ് ഫീവർ പകരാതിരിക്കാനുള്ള പ്രിവെൻഷൻ? അപ്പോൾ എന്താണ്, അവോയ്ഡ് സ്റ്റാഗ്നന്റ് വാട്ടർ, പിന്നെന്താണ്, ക്ലീൻ യുവർ ഹൗസ്, അതൊക്കെ പറയാൻ കാണും. റാറ്റ് വരുന്നിടത്തും ഉണ്ടല്ലോ. പിന്നെ ഡോണ്ട് സ്റ്റേ ഇൻ ഫ്ലഡ്, ഇതൊക്കെ ഒരു പോയിൻറ്റ്സാണ്. നമ്മൾ 3 പോയിൻറ്റ്സ് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ. ഏകദേശം ഒരു ഫോട്ടോ കാണിച്ചിരുന്നു, പിന്നെ അത് കാണിച്ചതന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പാർട്ട് 1. ഇത് ജസ്റ്റ് ഒരു ഡിസീസിനെ പറ്റി ഞാൻ ഒന്ന് സ്റ്റാർട്ടിങ് ചെയ്തതേ ഉള്ളൂ. ഇനി ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റൊരു വീഡിയോ ആയിട്ടും ഇടാം. ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. So yeah, for today I'm signing out. Bye.